അയ്യോ, ഇതാണല്ലേ ആ ഭയങ്കരമായ ബംഗ്ലാവ്. മുത്തശ്ശി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇതാണെന്ന് തോന്നുന്നു. അയ്യോ എന്റെ അമ്മേ, കണ്ടിട്ട് പേടിയാവുന്നു. അതെ അതെ, പാവം കുട്ടിച്ചാത്തൻ ഇതിനകത്ത് എത്ര കാലം വെച്ചിട്ടായി കഴിയാ. ഇവിടെ ഒന്നും ആളെയും മനുഷ്യനും കാണാനില്ലല്ലോ അപ്പുക്കുട്ടാ. ശരിയാ, ഇവിടെ ഒരാളെയും കാണാനില്ല. ഈ ബംഗ്ലാവിന്റെ അടുത്തേക്ക് ആരും വരുന്നില്ല എന്ന് തോന്നുന്നു. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ആ മന്ത്രവാദി ഇവിടെ വരാൻ സാധ്യത ഉണ്ട്. അയ്യോ, അയാളുടെ കണ്ണിലേക്ക് നമ്മൾ പെട്ടാൽ എനിക്ക് പേടിയാണ്. നമുക്ക് ഇപ്പൊ തന്നെ പോകാം. അങ്ങനെ പേടിക്കൊന്നും വേണ്ട അമ്മുക്കുട്ടി. അയാളിപ്പോ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ചിലപ്പോ എവിടേക്കെങ്കിലും പോയി കാണും. നീ സമയം നോക്കി നമുക്ക് ബംഗ്ലാവിന്റെ അകത്തേക്ക് കയറിയാലോ? എടി വേണോടി, നീ വാ. നമ്മൾ ഏതായാലും ഇതുവഴി വന്നില്ലേ, ഇനിയൊന്ന് വെറുതെ കയറിയിട്ട് പോവാം. എനിക്കിത് കാണുമ്പോ തന്നെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. നിങ്ങളൊക്കെ സമ്മതിക്കണം, നിങ്ങൾക്ക് ആർക്കും പേടിയെന്ന് പറയുന്ന സാധനം ഇല്ല. എനിക്ക് കുറച്ചൊക്കെ ഉണ്ട്. ഈ കണ്ട രണ്ടെണ്ണത്തിന് തീരല്ലെന്നാ തോന്നണത്. നിങ്ങൾ പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ കൂടെ ഞങ്ങളില്ലേ, ഒന്ന് വാ, ധൈര്യമായിട്ട് വാ. അതെ അതെ, നമ്മൾ ഏതായാലും ഇതുവഴി വന്നില്ലേ, ഇനി അകത്തേക്ക് കയറി പോവാതിരുന്നാ ഞാൻ വീട്ടിലെത്തിയാലും സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ വാ, നമുക്കൊന്ന് അകത്തേക്ക് കയറി നോക്കാം. എടാ, ഞാൻ മന്ത്രവാദിയിട്ട് ഇതിന്റെ അകത്തുണ്ടെങ്കിലോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്റെ കണക്കൂട്ടിൽ വെച്ചിട്ട് ഇപ്പൊ അയാൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾ വാ, നമുക്കൊന്ന് കയറി നോക്കാം. അയാളുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോവാലോ. ഇനി ഒന്നും നോക്കാനില്ല, വാ കയറി നോക്കാം. എന്റെ അമ്മോ, ഇത് ഭയങ്കര സംഭവമാണല്ലോ. അയ്യോ, ഇത് കണ്ടാൽ വല്ല ഗോസ്റ്റ് ഹൗസിനെ പോലെ ഉണ്ട്. എന്റെ അമ്മേ, എന്റെ തല കറങ്ങുന്നേ, ഞാനിപ്പോ വീഴുവേ. അയ്യോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടില്ല. എടാ അപ്പുക്കുട്ടാ, നമുക്ക് പോവാടാ. അതെ അതെ, പോവാം. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ബംഗ്ലാവല്ലേ. ഇത് കുറേ കാലമായിട്ട് പൂട്ടി കിടക്കുവല്ലേ, അതാ ഇങ്ങനെ. എന്റെ ദൈവമേ, ഇങ്ങോട്ട് വരണ്ടീന്നില്ല. ഞാന് വലിയ ഗമക്ക് ഇവന്റെ കൂടെ കൂട്ടുനിന്ന് വലിയ ധൈര്യശാലിയൊക്കെ ആയി അഭിനയിച്ചു. ഇത് കണ്ടപ്പോ എന്റെ സകലതും പോയി കിടക്കുവോ. അപ്പോ നിങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്നെ വേണം തല്ലാന്. നിങ്ങൾ 3 പേരൊന്നും മിണ്ടാതിരിക്കുവോ? ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടേക്ക് ഒന്ന് നോക്കിയിട്ടേ പോകുന്നുള്ളൂ. അയ്യോ, ഇതെന്താ വലിയൊരു ശബ്ദം കേട്ടല്ലോ. നിങ്ങൾ കേട്ടില്ലേ? കേട്ടു കേട്ടു, ഞാനും കേട്ടു. എന്താ അത്? എന്തോ ഗ്ലാസ് പൊട്ടിയ ശബ്ദം പോലെ. എന്റെ ദൈവമേ, പെട്ടോ? അയ്യോ, പേടിച്ചു. അത് പൂച്ചയാ. ഹൗ, സമാധാനം. ഇപ്പളാ ഒരു ആശ്വാസം കിട്ടി. നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇപ്പൊ നിന്റെ ധൈര്യം പോയോ? പോയിട്ടൊന്നുമില്ല, എന്നാലും ശബ്ദം കേട്ടപ്പോ ചെറിയൊരു പേടി. ഏതായാലും നിങ്ങൾ വാ, നമുക്ക് ഇവിടെ നോക്കിയിട്ട് പോവാം. വേണ്ട വേണ്ട, ഇനി ഒന്നും നോക്കാനില്ല, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാം. അയ്യോ, ആ കാണുന്നത് എന്താ? ഒരു ബോക്സ് അല്ലേ? ഏത്? ഞാൻ കണ്ടില്ലല്ലോ. അതെ, അവിടെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. ദേ നോക്കിയേ, ഇവിടെ ഒരു ബോക്സ് ഇരിക്കുന്നു. തേടി നോക്കിയേ, ഇതായിരിക്കും ആ കുട്ടിച്ചാത്തന്റെ ബോക്സ്. കണ്ടിട്ട് ഇതെന്നെ തോന്നുന്നു. നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ? അയ്യോ വേണ്ടട്ടോ, നമുക്ക് പോകാം. ഇതുവരെ വന്നത് തന്നെ മഹാവിഡിത്തായി. നമുക്ക് തിരിച്ചു പോകാം. ഇതുവരെ വന്നിട്ട് ഇപ്പൊ ബോക്സ് കിട്ടിയിട്ട് ബോക്സ് തുറക്കാതെ പോയാൽ എങ്ങനെ ശരിയാവും? നീ വേണ്ടാത്ത വയ്യാവലിക്കൊക്കെ നിൽക്കും. ഇനി ഇതിന്റെ പേര് വേറെ എന്തൊക്കെയാ ഉണ്ടാകുന്നതെന്നാവോ? എന്റെ ദൈവമേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ? ഞാൻ ഈ ബോക്സ് തുറക്കാൻ പോവാ. എടാ തുറക്കണ്ടേ അപ്പുക്കുട്ടാ, നമുക്ക് പോവാം. ഇങ്ങോട്ടേക്ക് വരുന്നത് വരെ എന്റെ കൂടെ നിന്ന ആള് ഇപ്പൊ കാല് മാറുന്നോ? നീ തന്നെയല്ലേ പറഞ്ഞേ കുട്ടിച്ചാത്തൻ ബോക്സിൽ കിടന്ന് വേർത്തിട്ടുണ്ടാവും, ചൂടെടുത്തിട്ടുണ്ടാവും എന്നൊക്കെ. അതെന്താ, നിനക്കൊന്നും ഓർമ്മ കിട്ടണില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കെ നേരാ. പക്ഷേ എനിക്ക് ഈ ബംഗ്ലാവും ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് അത്ര പന്തിയല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും തിരിച്ചു പോവാം. അതെ, അത് തന്നെയാ നല്ലത്. നീ ഈ ബോക്സ് തുറക്കാനൊന്നും നിൽക്കണ്ട. മാത്രല്ല, മന്ത്രവാദി എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് അറിയില്ല. അപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാവണം. നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമല്ല. ഇത് അത്ര വലിയ സംഭവം ഒന്നല്ല. ഞാൻ ഏതായാലും തുറക്കാൻ പോവാ. അയ്യോ എന്റെ ദൈവമേ, ഇതെന്താ? അയ്യോ, ഇതാരാ? അറിയില്ല, ഇതാ പെട്ടിക്കുള്ളിൽ നിന്നും വന്നതാ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഓഹോ, ഞാൻ ആരാണെന്നാണോ നീ അന്വേഷിക്കുന്നേ? നീയല്ലേ എന്നെ മോചിപ്പിച്ചേ? നിങ്ങൾ കുട്ടിച്ചാത്തനാണോ? അതേലോ, ഞാൻ കുട്ടിച്ചാത്തനാണ്. അയ്യോ എന്റെ അമ്മേ. എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ? നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. നിങ്ങളല്ലേ എന്നെ മോചിപ്പിച്ചേ, പിന്നെന്തിനു നിങ്ങൾ പേടിക്കണം? ഞങ്ങളിതാ ഈ അപ്പുകുട്ടൻ പറഞ്ഞിട്ട് വന്നതാ. ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഞങ്ങൾ പോയിക്കോളാം. അയ്യോ, നിങ്ങൾ പോകുന്നു വേണ്ട. നിങ്ങൾ ഇനി എങ്ങോട്ട് പോയാലും നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകും. അയ്യോ വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. ഞങ്ങൾ ജസ്റ്റ് നീ പെട്ടി തുറന്നു മാത്രം. നിങ്ങൾ എന്റെ യജമാനനാണ്. ഇനി നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കും. യജമാനനോ? ഞങ്ങളോ? അതെ, നിങ്ങളാണ് എന്നെ മോചിപ്പിച്ചത്. ഞാനൊരു കുട്ടിച്ചാത്തനാണ്. എന്നെ ഒരുപാട് വർഷമായി ഈ പെട്ടിയിൽ പൂട്ടിയിട്ടിട്ട്. ഇപ്പൊ നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഞങ്ങൾക്ക് ഈ രൂപം കണ്ടിട്ട് പേടിയാണ്. ഈ രൂപം മാറാൻ പറ്റുമോ? അതേലോ, എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലാവാൻ കഴിയും.
നിങ്ങൾ പറ, ഏത് രൂപത്തിൽ ഞാൻ മാറണം? എങ്കിൽ ഞങ്ങളെ പോലെ ഒരു കുട്ടിയായി മാറാൻ കഴിയോ? അതെ, കഴിയും. ഇതാ കണ്ടോളൂ. ഈ രൂപം ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഹായ്, ഈ രൂപം കൊള്ളാലോ. രൂപമൊക്കെ ഇഷ്ടായി, പക്ഷെ ഈ ശബ്ദം ഇപ്പോഴോ? ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ ശബ്ദം?